ഹലോ ഗൈസ്, രാവിലെ തന്നെ ഞാൻ ഒരു വൃത്തികെട്ട കോലത്തിലാണ്. വേറെ ഒന്നുമില്ല, ഞാനൊരു എണ്ണക്കുപ്പി പൊട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളിയുടെ നിന്ന് ചീത്തയൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഞാൻ തലയിലോട്ട് കണ്ടിട്ട് കമത്തി. എനിക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടമേ അല്ല. എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. എന്റെ ഈ കബോർഡ് ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കാൻ പോവാണ്. കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാട്ടോ, ഇതിന്റെ ബ്രൗൺ പെയിന്റ് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കണം. എന്റെ റൂമേ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നാണ് എനിക്ക് താല്പര്യം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. അപ്പൊ ഈ കാണുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, ഇത് എന്റെ ബർത്ത്ഡേക്ക് ശ്രേയ തന്നതാണ്. ആക്ച്വലി എനിക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പണ്ട് റൂമിലൊക്കെ ഫുള്ള് ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ വരച്ച് വെച്ചിരുന്നു. ഇത് ഞാൻ സൂക്ഷിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്പ്രേ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചൊട്ടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സംഭവമൊക്കെ തള്ളി ഉന്തി മാറ്റി പുറത്തേക്ക് നമ്മുടെ കബോർഡ് ഇട്ടിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ എവിടെന്നോണ്ട് ഒരു മെഷീൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇതുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആക്കി കളഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ചെയ്യണ കാര്യം വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം പരിപാടി കഴിഞ്ഞു കേട്ടോ. ആദ്യം തന്നെ അടിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം കേട്ടോ ഇത് അടിക്കാൻ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒലിക്കും പെയിന്റ്. അപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ട് അറിയാത്തോണ്ട് നമ്മൾ അടുത്ത് വെച്ചിട്ടാണ് പെയിന്റ് അടിച്ചിട്ടുണ്ടായത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ഒലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ താഴെ ഒരു പെയിന്റ് നിറയ്ക്കാനുള്ള കൂടെ ഉണ്ടാവും. അതിലേക്ക് ലേശം പെയിന്റ് ഒഴിച്ചിട്ട് നമ്മുടെ തിന്നറും കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ആ മെഷീനിലോട്ട് ഒന്ന് തിരിച്ച് കയറ്റിയാൽ മതി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ്, പേപ്പർ, മാസ്ക് ഇതൊക്കെ നന്നായി ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കൊള്ളാക്കി കിട്ടും. ഇതിങ്ങനെ അടിച്ചിരുന്നപ്പോൾ എന്താ ഗുണം അറിയാം, ഈ ബ്രഷ് കൊണ്ട് അടിച്ചതിന്റെ വാരയൊന്നും കാണാനില്ല. പിന്നെ ഞാൻ നേരത്തെ ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മുടെ കബോർഡ് ഉണങ്ങിയപ്പോൾ ആ ഒലിച്ചതിന്റെ ഒരു പാട് പോലും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. പരിപാടി നല്ല പെട്ടെന്ന് തന്നെ തീർന്നു. എങ്ങനെ എന്റെ ബ്രൗൺ അളമാര ഇതാ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കമന്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട. ഇനി ബാക്കിയുള്ള തുണിയൊക്കെ എനിക്ക് മടക്കി വെക്കണമല്ലോ. പോട്ടെ.